ഹായ് ഗായ്സ്, വെൽക്കം ടു ന്യൂട്രി ബേബി കിച്ചൻ. നമ്മളെ ചാനൽ തുടങ്ങിയിട്ട് ഫസ്റ്റ് വീഡിയോ ആണിത്. ഇന്ന് ഒരു ഹെൽത്തി പാൻ കേക്കിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഒരു ക്ലീൻ ബൗൾ എടുത്തിട്ട് അതിൽക്കൊരു മുട്ട പൊട്ടിച്ച് വയ്ക്കുക. അതിൽക്ക് ഒരു പിഞ്ച് സാൾട്ട് ഇട്ടിട്ട് നമുക്ക് മധുരത്തിന് ആവശ്യമായ പനക്കൽക്കണ്ട പൊടിച്ചതോ അല്ലെങ്കിൽ പഞ്ചസാരയോ അല്ലെങ്കിൽ ഹണിയോ നമുക്ക് ഏതാണോ ഇഷ്ടമുള്ളത് അത് 1-2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അത് നന്നായി മിക്സ് ചെയ്ത ശേഷം അതൊരു വിസ്ക് വെച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നമുക്ക് ഓട്സ് പൗഡർ ഉണ്ടല്ലോ, ഓട്സ് നന്നായി ഫൈനാക്കി പൊടിച്ചിട്ട് 6-7 ടേബിൾ സ്പൂണ് ഓട്സ് പൗഡർ ഇട്ട് കൊടുക്കുക. ഓട്സ് ബേബീസിന് നല്ല ഹെൽത്തി ഡൈജഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഓട്സിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ റാഗി പൗഡർ യൂസ് ചെയ്യാം. അതും ബേബീസിന് വളരെയധികം ഹെൽത്തിയാണ്. ഇതിലേക്ക് നന്നായി പഴുത്ത് ഒരു ബനാനയുടെ ഒരു ഹാഫ് പോർഷൻ നന്നായി കട്ട് ചെയ്തിട്ട് അതും പിന്നെ ഒരു ആപ്പിളിൻ്റെ ഒരു സ്മോൾ പോർഷൻ നന്നായി ഗ്രേറ്റ് ചെയ്തതും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് സ്മാഷ് ചെയ്യാം. വേണമെങ്കിൽ ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് വാനില എസൻസോ അല്ലെങ്കിൽ ഏലക്ക പൊടിയോ ചേർക്കാം. അത് ഓപ്ഷനിലാണ്, നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്താൽ മതി. ഒന്നില്ലെങ്കിൽ ഇത് നന്നായി സ്മാഷ് ചെയ്തിട്ട് അങ്ങനെ പാൻ കേക്ക് ഉണ്ടാക്കാം. അതല്ലെങ്കിൽ നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി നല്ല സോഫ്റ്റ് ആവും. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ നന്നായി ബ്ലെൻഡ് ചെയ്തിട്ടാണ് പാൻ കേക്ക് ഉണ്ടാക്കുന്നത്. ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പാൻ കേക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും. ബ്ലെൻഡ് ചെയ്യുമ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കുക. 2 വയസ്സിന് മുകളിലുള്ള കുട്ടികളാണെങ്കിൽ അതിലേക്ക് പാല് ചേർത്താലും കുഴപ്പമില്ല. പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയ സ്പൂണ് പീനട്ട് ബട്ടർ ഞാൻ അതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായി ബ്ലെൻഡ് ചെയ്ത മിക്സ് ഒരു ബൗളിലോട്ട് ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ ബാറ്റർ നല്ല തിക്കാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്താൽ മതി. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഒരു റിബൺ കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മളെ ബാറ്റർ റെഡി ആയി കഴിഞ്ഞാൽ നല്ല അടി കട്ടിയുള്ള ഒരു നോൺ സ്റ്റിക്കിൻ്റെ, അതായത് ഒട്ടിപ്പിടിക്കാത്തൊരു പാൻ എടുത്തിട്ട് സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് അത് നന്നായി ഒന്ന് ചൂടാക്കാം. ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് നെയ്യൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ബാറ്റർ കുറച്ചായിട്ട് അതിൽ ഒഴിച്ചിട്ട് നമുക്ക് പാൻ കേക്ക് റെഡിയാക്കി എടുക്കാം. ഒരു 2 മിനിറ്റ്സ് ഒന്ന് കുക്കായി വന്നു കഴിഞ്ഞാൽ അത് സൈഡ് തിരിച്ചിട്ടാൽ മതി. ഏകദേശം ഒരു 2-3 മിനിറ്റ്സാണ് പാൻ കേക്ക് റെഡി ആവാനായിട്ട് ആവശ്യമുള്ളത്. ലൈറ്റ് ഒരു ബ്രൗൺ ഷെയ്ഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പാൻ കേക്ക് കുക്കായിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് മറച്ചിട്ടിട്ട് മറ്റേ സൈഡും 2 മിനിറ്റ്സ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാ പാൻ കേക്കും ചെയ്തെടുക്കാം. ഏകദേശം ഈ ഒരു ബാറ്ററിൽ ഒരു 5-6 പാൻ കേക്ക് നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. നമ്മൾ പാൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വേണമെങ്കിൽ അതിൻ്റെ മുകളിൽ കുറച്ച് ഹണി ഒഴിച്ച് കൊടുക്കുക. ജസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടി ആപ്പിൾ ഗ്രേറ്റ് ചെയ്തതും ഒരു ബനാന സ്ലൈസ് ചെയ്തതും ഞാൻ വെച്ചിട്ടുണ്ട്. ഹണി ഓപ്ഷനിലാണ് കേട്ടോ. അത്യാവശ്യം മധുരം നമ്മുടെ പാൻ കേക്കിന് ഉണ്ടാവും. പിന്നെ ബേബീസിന് അത്ര മധുരം കൊടുക്കണം നല്ലതല്ലല്ലോ. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ഫോളോ ചെയ്ത് നോക്കാം. നിങ്ങളെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. പുതിയ റെസിപ്പീസിനായിട്ട് നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.